നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഈസ്റ്റേൺ രാജസ്ഥാൻ കനാൽ പ്രൊജക്ടിനെ കുറിച്ചാണ്. ഇപ്പോൾ രാജസ്ഥാനും അതുപോലെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ജലശക്തിയും ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് പ്രഭാതി കാലിസിൻ ചമ്പൽ ERCP ലിങ്ക് പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടാണ്. ഈ പ്രൊജക്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. രാജസ്ഥാന്റെ സദേൺ റീജിയൻസിൽ, അതായത് ചമ്പലും അതിന്റെ ട്രിബ്യൂട്ടറി ഒക്കെയുള്ള ഭാഗങ്ങളിൽ റെയിനി സീസണിൽ വാട്ടർ അവൈലബിലിറ്റി സർപ്ലസ് ആണ്. അപ്പൊ അത് ഹാർവെസ്റ്റ് ചെയ്തിട്ട്, അതായത് കുന്നു, പാർവതി, കലീസിന്റെ ഈ 3 ട്രിബ്യൂട്ടറിയിലെയും ചമ്പലിലെയും വാട്ടർ കളക്ട് ചെയ്തിട്ട് സദേൺ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റില് ഡ്രിങ്കിങ് ആൻഡ് ഇറിഗേഷന് സ്കേഴ്സിറ്റി വരാറുണ്ട്. അപ്പൊ ഈ വാട്ടറിനെ, ഈ സർപ്ലസ് വാട്ടറിനെ ഈ ഡ്രിങ്കിങ് ഇറിഗേഷന് വേണ്ടിയിട്ട് സദേൺ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലേക്ക് കൊടുക്കുന്ന ഒരു പ്രൊജക്ട് ആണ് ഈസ്റ്റേൺ രാജസ്ഥാൻ കനാൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂണിഫോം സിവിൽ കോഡ്. അപ്പൊ ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ യൂണിഫോം സിവിൽ കോഡ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫൈനൽ റിപ്പോർട്ട് February 2 ഗവൺമെന്റ് കൈമാറുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. അപ്പൊ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് എൻറ്റയർ കൺട്രിയിലെ എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റിക്കും ഒരു പർട്ടിക്കുലർ ലോ കൊടുക്കുക. അതായത് എല്ലാ പേഴ്സണൽ മാറ്റേഴ്സും സച്ച് മാരേജിലും ഡൈവോഴ്സിലും ഇൻഹെറിറ്റൻസിലും അഡോപ്ഷനിലൊക്കെ ഒരു ഒറ്റ ലോ കൊടുക്കുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. സോ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 4 അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ 44 ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ UCC നടപ്പാക്കിയ ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. ഗോവ സിവിൽ കോഡ് എന്നുള്ള പേരിൽ അവർക്ക് അങ്ങനെ ഒരു ലോ നിലനിൽക്കുന്നുണ്ട്. അവർ പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്നാണ് അതെടുത്തത്. ഓക്കെ, നെക്സ്റ്റ് പോഷൻ അഭിയാൻ. അപ്പോ നമ്മൾ പ്രിവെന്റീവ് ഹെൽത്ത് കെയറിലും അതുപോലെ ഇന്ത്യയിൽ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത്. ഏത് ഡിസീസ് എടുത്താലും ന്യൂട്രീഷന്റെ അൺഅവൈലബിലിറ്റി അതിനൊരു കാരണമാകുന്നുണ്ട്. അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിസീസിനെ സംബന്ധിച്ച് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് ഡിസീസ് എപ്പോഴും കുറവായിരിക്കും, വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നത്. പോഷൻ അഭിയാൻ അല്ലെങ്കിൽ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് March 8, 2018 ലോഞ്ച് ചെയ്തത്. ഇംപ്ലിമെന്റ് ചെയ്ത മിനിസ്ട്രി ഓഫ് വുമൺ ചൈൽഡ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഈ അഭിയാൻ ടാർഗറ്റ് ചെയ്യുന്നത് അണ്ടർ ന്യൂട്രീഷൻ, സ്റ്റണ്ടിങ്, അനീമിയ, യങ് ചിൽഡ്രൻസിനെയും വുമൻസിനെയും അഡോളസെന്റ് ഗേൾസിനെയുമാണ്. അതുപോലെ ഈ ബർത്ത് വെയിറ്റ് കുറയുന്നത് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ NRCP. NRCP എന്ന് പറയുന്നത് സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. 1995 ലോഞ്ച് ചെയ്തതാണ്. ഇത് റിവേഴ്സിലെ പൊല്യൂഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ NRCPയുടെ ഗോൾ എന്ന് പറയുന്നത് റിവർ വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാം, പൊല്യൂട്ടൻസിന്റെ അളവ് കുറച്ചിട്ട് റിവർ വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാം, അതുപോലെ വേരിയസ് പൊല്യൂഷൻ അബേറ്റ്മെന്റ് മെഷേഴ്സ് ഒക്കെ കൊണ്ടുവരാം, നമ്മൾ ഗംഗ ബേസിലൊക്കെ കൊണ്ടുവന്നത് പോലെ. Next, the program is implemented with a 70-30 sharing of the burden of all costs between the central and state. 70% സെൻട്രൽ തരും, 30% ഷെയർ സ്റ്റേറ്റ്സ് എടുക്കണം. അപ്പൊ ഇത് നമ്മുടെ 10 സ്റ്റേറ്റ്സിലായിട്ട് 46 ടൗൺസിലൂടെ പോകുന്ന 18ഓളം റിവറിനെയാണ് ഇപ്പോൾ ഈ ആക്ടിവിറ്റീസ് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസ്. അപ്പൊ നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസ് 1983 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ ഫിഷിന്റെ ജെംപ്ലാസം കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസും റിസർച്ചസും ഒക്കെയാണ് നടക്കുന്നത്. നെക്സ്റ്റ് വേൾഡ് എക്കണോമിക് ഫോറം. വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. പബ്ലിക് പ്രൈവറ്റ് കോർപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. 1971 ഒരു ജർമ്മൻ എഞ്ചിനീയറും എക്കണോമിസ്റ്റും ആയിട്ടുള്ള ക്ലോസ് ഷ്വാബ് ആണ് ഇത് കൊണ്ടുവന്നത്. ഈ ഫോറം പൊളിറ്റിക്കൽ, ബിസിനസ്, കൾച്ചറൽ, അതുപോലെ മറ്റ് സൊസൈറ്റിയിലെ മറ്റ് ലീഡേഴ്സിനെയൊക്കെ ഗ്ലോബൽ റീജിയണൽ ഇൻഡസ്ട്രിയൽ അജണ്ടാസിലേക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊളോഗ്നി, ജനീവയാണ്, സ്വിറ്റ്സർലൻഡ്. അതുപോലെ വേൾഡ് എക്കണോമിക് ഫോറം എല്ലാ വർഷവും ജനുവരി എൻഡില് മീറ്റിംഗ് കൂടാറുണ്ട്. അതിന്റെ ധാവോസ് എന്നാണ് പറയാം, അല്ലെങ്കിൽ ധാവോസ് അജണ്ട എന്നും പറയും. ദാവോസിലാണ് കൂടുന്നത്, അതുകൊണ്ട് ദാവോസ് അജണ്ട. നെക്സ്റ്റ് പരീക്ഷ പേ ചർച്ച. ഇതൊരു യുണീക്ക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാം ആണ്. സ്റ്റുഡൻസും പാരന്റ്സും ടീച്ചേഴ്സും ഇന്ത്യയിൽ നിന്ന് ഓൾ ഓവർ വന്നിട്ട് ഡിസ്കസ് ചെയ്യാണ്. അതായത് ഈ പ്രോഗ്രാമിന്റെ എയിം പറയുന്നത് എക്സാമിനുമായി ബന്ധപ്പെട്ടുള്ള ആൻസൈറ്റീസ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ ലൈഫ് ആഫ്റ്റർ സ്കൂൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നെക്സ്റ്റ് കങ്കാരു ലിസാർഡ് സ്പീഷീസ് ഡിസ്കവേർഡ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ്.
അപ്പൊ വളരെ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഫോറസ്റ്റുകളുള്ള സ്ഥലമാണ് വെസ്റ്റേൺ ഗട്ട്സ്. അവിടെ ഒരു പുതിയ ടൈനി ലിസാർഡ് സ്പീഷീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഡിമിനിറ്റീവ് ഡ്രാഗൺ എന്നാണ് അവർ ഡിസ്ക്രൈബ് ചെയ്തത്. അതിന്റെ സയന്റിഫിക് നെയിം അഗസ്ത്യഗാമ എഡ്ജി എന്നാണ്. നോർത്തേൺ കങ്കാരു ലിസാർഡ് എന്ന് വിളിക്കും. ഇത് അഗമിഡെ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. മാക്സിമം സ്നൗട്ട് ലെങ്ത് എന്ന് പറയുന്നത് 4.3 സെന്റിമീറ്റർ മാത്രമാണ്. നെക്സ്റ്റ്, ഇന്ത്യ നോമിനേറ്റ്സ് 12 ഫോർട്സ് ഓഫ് മറാത്താസ് ഫോർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. അപ്പൊ ഇന്ത്യ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പിനെ അതൊരു നെറ്റ്വർക്ക് ഓഫ് ഫോർട്ട് ആണ്. അവരുടെ സ്ട്രാറ്റജിക് മിലിറ്ററി പവർ ഒക്കെ മറാത്താസ് റൂളിന്റെ മിലിറ്ററി പവർ ഒക്കെ കാണിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് ഫോർട്ട് ആണ്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് 2024-25 ഇൻക്ലൂഷൻ കൊടുക്കണമെന്ന് ഇന്ത്യ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.